ഞാൻ അന്നൊരു പൈനാപ്പിൾ ടീ കേക്ക് ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ഒത്തിരി പേര് ചോദിച്ചിട്ടോ, 1-2 പേരൊന്നുമല്ല, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പി പറയാം കേട്ടോ. ആദ്യം ഒരു ബൗൾ എടുക്കുക, ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരിപ്പ വയ്ക്കുക, അതിലേക്ക് 1.5 കപ്പ് മൈദ, അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറൊരു ബൗൾ എടുക്കുക, അതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ. പൈനാപ്പിൾ എസൻസ് 1.5 ടീസ്പൂൺ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇതേപോലെ ബീറ്റായി വരുമ്പോൾ അതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുക. കുറച്ചീശ ആഡ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ എല്ലാം നമ്മുടെ മുഖത്തേക്ക് തെറിക്കും കേട്ടോ. ഞാനാണെങ്കിൽ ഇതിൽ ഒരു 3 ഡ്രോപ്സ് യെല്ലോ കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് ഒരു യെല്ലോ കളർ വേണ്ടേ പറഞ്ഞിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ. കളറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അരിച്ച് വെച്ച മൈദ മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇതേപോലെ കട്ടിയാവും. പിന്നെ നമ്മൾ വേറൊരു പാത്രം എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള പാലൊഴിച്ച് 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബാറ്ററിക്ക് ഈ പാലിൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ടെന്ന് ഞാൻ പറയും, പക്ഷെ നല്ല സ്പീഡിലൊന്നും ഇളക്കാൻ പാടില്ല കേട്ടോ. മെല്ലെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്രീസ് ചെയ്ത മോൾഡിലേക്ക് മാറ്റി ടാപ്പ് ചെയ്യുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടാപ്പ് ചെയ്യണത്. പിന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റി അതൊരു 40-45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ആ ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട്. കേക്ക് ഉണ്ടാക്കിയ പിന്നെ ഒത്തിരി പാത്രമാണ് കഴുകാനുണ്ടാവുക കേട്ടോ. അങ്ങനെ 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ട് കേട്ടോ. അടിപൊളി കേക്കാണ് കേട്ടോ. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കില്ല ആ ഒരു സ്മെല്ലും. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ